നമ്മുടെ ഏറ്റവും വലിയൊരു ആവശ്യം എന്താ? കുടിവെള്ളം. ഒരു 10 വർഷമായിട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇവിടെ കുടിവെള്ള പദ്ധതി വന്നിട്ടുണ്ട്. ഇത്ര വാതിക്ക് ടാങ്ക് കിടന്നിട്ട് ഞങ്ങൾ പുറത്തുനിന്ന് പോയി വെള്ളം പൈസക്ക് വാങ്ങിക്കുന്നത്. ഇപ്പൊ പണിയും കഴിഞ്ഞ് കടലിൽ പോയി പണിയും കഴിഞ്ഞ് വന്നതാണ്. വന്നിട്ട് ഞങ്ങൾ നമ്മുടെയൊക്കെ സ്ഥിതി ഇതാണ്. അത്രയും ദുരിതമാണ് അനുഭവിച്ചോണ്ടിരിക്കണം. ഇലക്ഷന് വോട്ട് ചെയ്യിക്കാൻ വേണ്ടി വന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കരയിലാട്ടിക്ക് വന്നിട്ടൊന്നുമില്ല. പുള്ളിക്ക് നമ്മളുടെ വോട്ട് വേണ്ട. കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്ക് കൊച്ചി മതി എന്നാണ് പുള്ളി പറഞ്ഞത്. നമ്മളിങ്ങനെ കുറെ പേര് ജീവിക്കുന്നുണ്ടെന്ന് ആരും പരിഗണിക്കുന്നില്ല. നമ്മളിപ്പോ ഈ ടാങ്ക് വന്നേക്ക് കണ്ട ടാങ്ക് വരെ എന്തോരം വെള്ളമുണ്ട്. ഇപ്പോഴും ഒന്നിനാണ് ഈ വെള്ളം വന്നത്. അത് യാതൊരു സമയമാണെന്നൊരു അറിയാൻ പറ്റില്ല. ചിലപ്പോൾ രാത്രി വരും, ചിലപ്പോൾ പകല് വരും. അതറിയാൻ പറ്റില്ല നമുക്ക്. എന്തോരം ബുദ്ധിമുട്ടെടുക്കണം ആൾക്കാർ ഇവിടെ. ബില്ല് വേറെ അടക്കണം, വാട്ടർ ബില്ല്. കുടിക്കണമെങ്കിൽ വേറെ കാശ് കൊടുത്ത് വേറെ വെള്ളവും മേടിക്കണം. അതാണ് നമ്മുടെ അവസ്ഥ. ഇങ്ങനെയൊക്കെ ഞങ്ങൾ എങ്ങനെ ജീവിക്കണത്? എല്ലാത്തിനും വില കൂട്ടുന്നുണ്ട്. നമ്മുടെ ആവശ്യം കാണിച്ചു തരുന്നുണ്ടോ? ഇല്ല. എന്താ ചെയ്യാ? ഒരു MLA ബോർഡ് ഒന്നും പറഞ്ഞ് വെച്ച് വണ്ടിക്ക് പോകണുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കണ്ടിട്ടില്ല ഇയാളെ. ഇങ്ങാണൊന്നും വരാറൊന്നുമില്ല. നമ്മളൊരു പുതിയ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് വേറെ ഒരു ഭരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കണ്ണുനീരോടുകൂടി കുട്ടുമെന്ന് പ്രാർത്ഥിക്കായിരുന്നു കോൺഗ്രസ് ജയിക്കണേന്ന്. കോൺഗ്രസ്സുകാർ സമാധാനമുള്ളവരാണ് മക്കളെ. കമ്മ്യൂണിസ്റ്റുകാരെ പോലെ വഞ്ചനയില്ല, ചതിവില്ല.